ഞാൻ ചങ്ങരയിൽ ജോലി ചെയ്യുന്നു. 4:05 ഇവിടെ നിന്ന് ഇറങ്ങണം. ട്രെയിന് പോയിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ബാക്കിൽ വന്നിട്ട് കൈ വെച്ചതും പിന്നെ റെയിൽവേക്ക് വീഴ്ത്തി. എന്നിട്ട് കഴുത്തിൽ വലിയായിരുന്നു. ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി, പക്ഷെ എനിക്ക് പറ്റിയില്ല. അവൻ പൊട്ടിച്ച് പോയി. പൊട്ടിച്ചിട്ട് അപ്പോൾ ഓടിയെന്നറിയില്ല. പിന്നെ നടന്നാണ് പോയത്. ഞാൻ പിന്നാലെ ഓടി. എൻ്റെ ബാഗ് റെയിൽമെട്ട് പോന്നു. ബാഗിൽ കൂലിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു 25,000. അതവിടെ ഇട്ട് പോന്നു. അപ്പോൾ കണ്ണൻ എവിടേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാൽ എനിക്ക് ഇവിടുത്തെ ആൾക്കാർ പിടിച്ചു തരും വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. പക്ഷേ അയാൾ അങ്ങോട്ട് ഇറങ്ങി ഞാൻ ശരിക്കും കണ്ടതാണ്. പിന്നെ ഏതി പോയി അറിയില്ല. കള്ളൻ ഓടുകയല്ല ചെയ്തത്, നടക്കുക ചെയ്തത്. ഞാൻ പിന്നാലെ ഓടി നോക്കി. പക്ഷെ ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഏതി മുങ്ങിയെന്നറിയില്ല. വരുന്നത് ഇതുവരെ ഞാൻ ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. ആരുമില്ല റെയിൽമിൽ. ഞാൻ എന്നും പോണതല്ല. അപ്പോൾ പിന്നെ ഞാൻ കൂളായിട്ട് പോയി. മഴ പെയ്യുണ്ടായിരുന്നു. അപ്പോൾ തലയിൽ സാരി ഇട്ടായിരുന്നു. പിന്നെ 2 കൈ ഇങ്ങനെ വന്ന് അമർത്തിയതും പിന്നെ റെയിൽവേക്ക് തള്ളിയിട്ടതും പിന്നെ മാല പിടിച്ച് വലിച്ച് പൊട്ടിക്കുക ചെയ്തത്. എടുത്ത് കൊണ്ടേയില്ല, അല്ല വേറെ ഒന്നുകൊണ്ട് പൊട്ടിച്ചില്ല. കൈ കൊണ്ടേ പൊട്ടിച്ചെടുത്തിട്ട് പോയത്. കണ്ടറിയെന്ന് പറഞ്ഞാൽ ഫോട്ടോ കണ്ടപ്പോൾ ഇപ്പോൾ മനസ്സിലായി. അയാൾ കറുത്ത ഷർട്ട്, പിന്നെ അളവില പാൻറ്റ്, മാസ്ക് ധരിച്ചായിരുന്നു. പുറത്ത് കാണുമ്പോൾ താടിയുണ്ട്. പക്ഷേ അപ്പോൾ താടിയുള്ളത് എനിക്കറിയില്ലല്ലോ. മാസ്ക് ഇടുകൊണ്ട് അതറിയില്ല. 2.25 ഒരു കുട്ടി ഉണ്ടാക്കിയത്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കി. അച്ഛനും കൂടെ അല്ല. അങ്ങാടിപ്പുറത്ത് ഹോട്ടൽ ജീവനക്കാരിയായ അങ്ങാടിപ്പുറം മരിങ്ങം സ്വദേശി സുമതിയെയാണ് റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ട് സുമതിയുടെ 2.5 പവൻ വരുന്ന മാലയും 25,000 രൂപയും മോഷ്ടാവ് തട്ടിയെടുത്തത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. ഹോട്ടലിലെ ശുചീകരണ ജീവനക്കാരിയായ സുമതി ജോലി കഴിഞ്ഞ 4:30 വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുന്നതിനിടെ പുറകിൽ നിന്നും ഒരാൾ വന്ന് തന്നെ തള്ളിയിട്ട് കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നുവെന്ന് സുമതി പറയുന്നു. സുമതിയുടെ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആവശ്യത്തിനു വേണ്ടി കൈവശം വെച്ചിരുന്ന 25,000 രൂപയാണ് ബാഗിൽ നിന്നും മോഷ്ടാവ് കവർന്നത്. മോഷ്ടാവിനെ ഇനി കണ്ടാൽ തിരിച്ചറിയുമെന്നും സുമതി വ്യക്തമാക്കി. കഴിഞ്ഞ 19 വർഷമായി അങ്ങാടിപ്പുറം ചെങ്ങര ഹെറിറ്റേജിലെ ശുചീകരണ ജീവനക്കാരിയാണ് സുമതി. ഇവിടെ നിന്നും ലഭിച്ച പണം സ്വരൂപിച്ചു വാങ്ങിയതാണ് സ്വർണമാല. പെരിന്തൽമണ്ണ പോലീസ് സുമതിയുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അങ്ങാടിപ്പുറം മേഖലയിൽ പലയിടങ്ങളിലും ബൈക്കിലെത്തി മാല മോഷ്ടിച്ച സംഭവങ്ങൾ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ. ഫോൺ 9746 722 922 9746 622 922.